വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതി PM-eDrive ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതിയാണ് PM-eDrive. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനം. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാൾ അധികം വലിച്ചെടുക്കുന്ന ദേശീയോദ്യാനങ്ങൾക്കാണ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി നൽകുന്നത്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം എന്ന പദവി ലഭിക്കുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് KN ഹരിലാൽ. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് KN ഹരിലാൽ. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയർത്താൻ പറ്റുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം നിലവിൽ വരുന്നത് പാമ്പൻ പാലത്തിലാണ്. നീളം 2.05 കിലോമീറ്റർ. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയർത്താൻ പറ്റുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം നിലവിൽ വരുന്നത് പാമ്പൻ പാലത്തിലാണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ പ്രിഷ ഥാപ്പർ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ പ്രിഷ ഥാപ്പർ 34 കിലോമീറ്റർ 11 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ടാണ് നീന്തിക്കയറിയത്. 34 കിലോമീറ്റർ 11 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ടാണ് നീന്തിക്കയറിയത്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ പ്രിഷ ഥാപ്പർ. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയുന്നതിനായി ഇനി മുതൽ ഏത് നിറത്തിലുള്ള കവറുകളാണ് നൽകുന്നത്? നീല. രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയുന്നതിനായി ഇനി മുതൽ ഏത് നിറത്തിലുള്ള കവറുകളാണ് നൽകുന്നത്? നീല നിറം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. ഭാഗ്യക്കുറിയുടെ പേര് eCwin എന്നാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിനെ ഏത് പേരിലാണ് കേന്ദ്രം പുനർനാമകരണം ചെയ്തത്? ശ്രീവിജയപുരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിനെ ഏത് പേരിലാണ് കേന്ദ്രം പുനർനാമകരണം ചെയ്തത്? ശ്രീവിജയപുരം. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മേധാവി അനുരാഗ് ഗാർഗ്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മേധാവി അനുരാഗ് ഗാർഗ്. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് സന്തോഷ് കശ്യപ്. ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് സന്തോഷ് കശ്യപ്. വനവാസി സമൂഹങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. വനവാസി സമൂഹങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് മോഹന സിംഗ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് മോഹന സിംഗ്. യാഗി ചുഴലിക്കാറ്റ് ദുരിതം വിതച്ച മ്യാൻമാറിന് സഹായം എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഓപ്പറേഷൻ സദ്ഭവ്. യാഗി ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച മ്യാൻമാറിന് സഹായം എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഓപ്പറേഷൻ സദ്ഭവ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് 2024 സെപ്റ്റംബർ 18-നാണ്. പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് 2024 സെപ്റ്റംബർ 18. ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്.
2029 പദ്ധതി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശശി തരൂര്. വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശശി തരൂര്. കെറെയിലിന്റെ പുതിയ ചെയർമാനും ഡയറക്ടറുമായി നിയമിതയായത് ശാരദ മുരളീധരൻ, നിലവിലെ ചീഫ് സെക്രട്ടറി. കെറെയിലിന്റെ പുതിയ ചെയർമാനും ഡയറക്ടറുമായി നിയമിതയായത് ശാരദ മുരളീധരൻ, നിലവിലെ ചീഫ് സെക്രട്ടറി. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി 2ാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ തുടർച്ചയായി 2ാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് കൊല്ലം സെയിലേഴ്സ് ആണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് കൊല്ലം സെയിലേഴ്സ്. ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് സച്ചിൻ ബേബി നായകനായ കൊല്ലം സെയിലേഴ്സ് കിരീടം നേടിയത്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് കൊല്ലം സെയിലേഴ്സ്. രാജ്യത്താദ്യമായി മെഥനോൾ അധിഷ്ഠിത വൈദ്യുതോൽപാദനത്തിന് തുടക്കമിട്ട വൈദ്യുതി പവർ പ്ലാന്റ് കായംകുളം തെർമൽ പവർ പ്ലാന്റ്. രാജ്യത്താദ്യമായി മെഥനോൾ അധിഷ്ഠിത വൈദ്യുതോൽപാദനത്തിന് തുടക്കമിട്ട വൈദ്യുതി പവർ പ്ലാന്റ് കായംകുളം തെർമൽ പവർ പ്ലാന്റ്. ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ധവള വിപ്ലവം 2.0. ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ധവള വിപ്ലവം 2.0. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുദാപെസ്റ്റ്. 2024 45ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുദാപെസ്റ്റ്. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ പുരുഷ ടീമും വനിതാ ടീമും സ്വർണം നേടി. 2026 46ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി താഷ്കന്റ്. 2024 വെച്ച് നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ബുദാപെസ്റ്റ് ആണ്. ഈ മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ടീമും വനിതാ ടീമും സ്വർണ്ണ മെഡൽ നേടി. 2026 അതായത് 46ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി താഷ്കന്റ് ആണ്. നിലവിലെ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. നിലവിലെ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2024 വേദി അമേരിക്കയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രശലഭം സതേൺ ബേർഡ് വിങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രശലഭം സതേൺ ബേർഡ് വിങ്. കണ്ടെത്തിയ സംസ്ഥാനം തമിഴ്നാട്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. നിലവിൽ ഫിഫ ഫുട്ബോൾ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 126. നിലവിൽ ഫിഫ ഫുട്ബോൾ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടർ. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ, കനത്ത മഴ, ഇടിമിന്നൽ, മഞ്ഞുവീഴ്ച, ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, മറ്റ് പ്രതികൂല കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്നിവ കൃത്യമായി പ്രവചിക്കുവാൻ സഹായിക്കുന്ന ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് അർക്കയും അരുണികയും. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ വ്യക്തി ഡി ഗുഗേഷ്. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഡി ഗുഗേഷ്. അപ്പൊ 2024 കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ വ്യക്തി ഡി ഗുഗേഷ്. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഡി ഗുഗേഷ്. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന മികച്ച ഉത്തരവാദിത്ത ടൂറിസം വില്ലേജ് പുരസ്കാരം കരസ്ഥമാക്കിയ ജില്ല കടലുണ്ടി, കോഴിക്കോട്. മികച്ച അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരം കരസ്ഥമാക്കിയത് കുമരകമാണ്.
തുടർച്ചയായ 2ാം വർഷമാണ് കേരളത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. അപ്പം ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതികൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന മികച്ച ഉത്തരവാദിത്ത ടൂറിസം വില്ലേജ് പുരസ്കാരം കരസ്ഥമാക്കിയ ജില്ല കടലുണ്ടി, കോഴിക്കോട്. കടലുണ്ടി, കോഴിക്കോട്. മികച്ച അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരം കരസ്ഥമാക്കിയത് കുമരകമാണ്. തുടർച്ചയായ 2ാം വർഷമാണ് കേരളത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂരാണ്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂർ. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അധികാരമേറ്റ മലയാളി ജസ്റ്റിസ് ശ്രീറാം കൽപ്പാത്തി രാജേന്ദ്രൻ. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അധികാരമേറ്റ മലയാളി ജസ്റ്റിസ് ശ്രീറാം കൽപ്പാത്തി രാജേന്ദ്രൻ. ഭാരതത്തിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. ഭാരതത്തിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചൽ, തിരുവനന്തപുരം. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായ അധികാരമേറ്റത് മാർക്ക് റൂട്ടെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി അധികാരമേറ്റത് മാർക്ക് റൂട്ടെ. നെതർലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലാദ്യമായി 3 ചാമ്പ്യൻഷിപ്പുകളിലും 50 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് നേടിയത് ആർ അശ്വിൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലാദ്യമായി 3 ചാമ്പ്യൻഷിപ്പുകളിലും 50 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് നേടിയത് ആർ അശ്വിനാണ്. 25ാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവ വേദി കണ്ണൂര്. 25ാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവ വേദി കണ്ണൂര്. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. ട്രാൻസ്ജെൻഡേഴ്സിന് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അനന്യം. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന്റെ വേദി കൊച്ചിയാണ്. അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന്റെ വേദി കൊച്ചി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ മികച്ച നിലവാരമുള്ള ഉള്ളടക്കങ്ങൾ ലഭ്യമാക്കാൻ ശേഷിയുള്ള ജനറേറ്റീവ് AI സങ്കേതം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. 2024 ക്ലാസിക്കൽ ഭാഷാ പദവി അംഗീകാരം ലഭിച്ച ഭാഷകൾ 5 എണ്ണമാണ്. മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. 2024 ക്ലാസിക്കൽ ഭാഷാ പദവിക്ക് അംഗീകാരം ലഭിച്ച ഭാഷകൾ മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. നീതി ആയോഗിന്റെ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം തെലങ്കാന. നീതി ആയോഗിന്റെ വനിതാ സംരംഭകത്വ പ്ലാറ്റ്ഫോം വിമൺ എംപവർമെന്റ് പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം തെലങ്കാന. ലോക ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഈ വർഷത്തെ ബഹിരാകാശ വാരത്തിന്റെ മുദ്രാവാക്യം 2024 പറയുന്നത് ബഹിരാകാശവും കാലാവസ്ഥാ വ്യതിയാനവും. ഇപ്പൊ ലോക ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഈ വർഷത്തെ ബഹിരാകാശ വാരത്തിന്റെ മുദ്രാവാക്യം ബഹിരാകാശവും കാലാവസ്ഥാ വ്യതിയാനവും. ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ്. ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ്. ഗുസ്തിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. അപ്പോൾ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ്. തമിഴ്നാട് സർക്കാരിന്റെ കലൈ വിത്തകർ പുരസ്കാരം നേടിയത് പി സുശീല. തമിഴ്നാട് സർക്കാരിന്റെ കലൈ വിത്തകർ പുരസ്കാരം നേടിയത് പി സുശീലയാണ്. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിലി പദ്ധതി. ദീപ്തി ബ്രെയിലി പദ്ധതി. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന പദ്ധതി ദീപ്തി ബ്രെയിലി പദ്ധതി. 2024 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി ഇസ്ലാമാബാദ്, പാകിസ്ഥാൻ.
2024 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദി ഇസ്ലാമാബാദ്, പാകിസ്ഥാൻ. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന ഉഗ്രശേഷിയുള്ള കൂറ്റൻ റോക്കറ്റ്. സൂര്യ. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന ഉഗ്രശേഷിയുള്ള കൂറ്റൻ റോക്കറ്റാണ് സൂര്യ. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ഗുഡിയ. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ഗുഡിയ. ചരിത്രത്തിലാദ്യമായി വനിതാ T20 ലോകകപ്പിൽ ഉൾപ്പെട്ട മലയാളികൾ ആശ, ശോഭന, സജന, സജീവൻ. ചരിത്രത്തിലാദ്യമായി വനിതാ T20 ലോകകപ്പിൽ ഉൾപ്പെട്ട മലയാളികൾ ആശ, ശോഭനയും സജന, സജീവനും. രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഐലിംസ്, ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഐലിംസ്, ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ 2023 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹയായത് യു ആതിരയാണ്. യു ആതിര. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ 2023 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹയായത് യു ആതിര. കൃതി മഞ്ഞുരുകുമ്പോൾ. കൃതി ഏതാണ്? മഞ്ഞുരുകുമ്പോൾ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു.